നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ പാർട്സിൻ്റെ കറിയാണ് വെക്കാൻ പോണത്. അച്ഛൻ്റെ ഷാപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ചിക്കൻ പാർട്സിൻ്റെ കറിയാണ് വെക്കാൻ പോണത്. നാളെ സൺഡേ ആണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ പാർട്സ് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്, കഴുകി കൊട്ടയിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള മസാല മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. മസാലയുടെ റെസിപ്പി പറയില്ല എന്നാണ് അമ്മ പറഞ്ഞത്. അതിലിപ്പോൾ അതായത് ചിക്കൻ പാർട്സ് ഇനി വെട്ടാണ്. മസാല റെസിപ്പി പറയില്ല ഞാൻ പറഞ്ഞു. അതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ നമുക്കും പറയാൻ പറ്റില്ല, കാരണം മസാല അടിക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല. മിളക് ഉണ്ടായിരുന്നു, വെളുത്തുള്ളി ഉണ്ടായിരുന്നു, കുരുമുളകൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് നീന്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അത് വേപ്പിലൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ചിക്കൻ പാർട്സ് മണ്ണിൻ്റെ ചട്ടിയാടാ, നമ്മുടെ വീട്ടിൽ നല്ലൊരു മണ്ണിൻ്റെ ചട്ടി ഇരിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ചിക്കൻ പാർട്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടിയിലേക്ക് ചിക്കൻ പാർട്സ് ഇട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വേപ്പല പൊട്ടിക്ക് അതിലേക്ക് കല്ലുപ്പ് ഉണ്ട് കേട്ടോ. കല്ലുപ്പ് നമ്മൾ നിങ്ങളെന്തോരം ആവശ്യത്തിൽ എടുക്കുന്നുണ്ടോ അതിൻ്റെ ആവശ്യം നോക്കി നമ്മുടെ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ആ ഉപ്പ് നന്നായി പരത്തി പിടിപ്പിക്കുക. നമുക്ക് സ്പെഷ്യൽ മസാല നോക്കി കളറൊക്കെ വേറെ ലെവലാ. നാളെ കറി സെറ്റ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ കളറ് പച്ച കളറാവും. അടിപൊളി മസാല ഉണ്ടാ, മുട്ടൻ്റെ ടേസ്റ്റിന്. ഇപ്പം നിങ്ങൾ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ഇട്ടോ, ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് തരാം. അങ്ങനെ മസാല നമ്മുടെ ചിക്കൻ പാർട്സിലേക്ക് നന്നായി പരട്ടി പിടിക്കാൻ പാർട്സ് ചട്ടിയിലേക്ക് മസാല പരട്ടി സെറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ അടുപ്പ് കത്തിച്ചു. അടുപ്പ് നമ്മുടെ ചട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പുറത്ത് അടുപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറി കുറച്ച് നേരം മൂടി വെച്ചു. അപ്പോൾ വെന്തുവെന്ന് തോന്നിയപ്പോൾ നമ്മുടെ തിളച്ചപ്പോൾ നമ്മുടെ ചട്ടിയിൽ കയ്യിലിട്ട് ഇളക്കിയിട്ടുണ്ട്. നമ്മൾ അടിയിൽ പിടിച്ച ഇടുമ്പോൾ ചിക്കൻ പാർട്സ് അടിപൊളി നിൽക്കുന്നുണ്ട്. അപ്പം ഇവിടെ കറി അടുപ്പത്ത് ഇളക്കിയിട്ടു. ഇനി ചെറിയ തീയിൽ കിടന്ന് വെവനുണ്ട്. അത് കൂട്ടുകാരെ സമയം നോക്കിയാൽ 11:15. നമ്മുടെ ചിക്കൻ പാർട്സ് മുക്കാൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ സെറ്റ് ചെയ്യാം. ഇനി പോയി കിടന്ന് ഉറങ്ങട്ടെ കേടാ. അപ്പോൾ നമ്മൾ രാവിലെ എനിക്ക് കറി നോക്കിയപ്പോൾ നന്നായി വറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വീണ്ടും ചൂടാക്കുന്നുണ്ട്. ഇതിലേക്ക് മല്ലിയില സെറ്റ് വെച്ചിട്ട് ഇത് കഴുകി അരിയണം. അതുകൊണ്ടിട്ട് ഇങ്ങനെ ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി അടിപൊളിയാക്കി സെറ്റായി. ഞാൻ കഴിക്കുന്ന വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കറി സെറ്റായിട്ടുണ്ട്. കറി നമ്മുടെ പാത്രത്തിൽ റെഡിയായിരിക്കണം. കുറച്ചെടുക്കാം. മല്ലിയിലൊക്കെ ഇട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ. കൂടെ പിടിക്കാൻ ചപ്പാത്തി ഉണ്ട്. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ചപ്പാത്തി നമ്മുടെ ചിക്കൻ പാർട്സിൻ്റെ കറി ഞാൻ പിടിക്കുക. ഓ ജസ്റ്റില്ല പറഞ്ഞില്ലേ, കളർ വേറെ ഒന്നും നല്ല കളർ ഇവിടെ ഉണ്ട്. ഓക്കെ ബൈ.